സാമാന്യം നല്ല പ്രചാരമുള്ള ഒരു കഥയുണ്ട്. അന്ധനായ ഒരു കുട്ടിയുടെ കഥ. റോഡരികിൽ ഒരു വലിയ കെട്ടിടത്തിലേക്കുള്ള പടവുകളിൽ ഇരിക്കുകയായിരുന്നു ആ കുട്ടി. അടുത്ത് തന്നെ ഒരു തൊപ്പി മലർത്തി വച്ചിരുന്നു. ചെറിയൊരു പ്ലക്കാർഡ് പിടിച്ചാണ് അവൻ്റെ ഇരിപ്പ്. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഞാൻ അന്ധനാണ്, ദയവായി സഹായിക്കുക. വളരെ കുറച്ച് നാണയങ്ങളെ ആ തൊപ്പിയിൽ വീണുള്ളൂ. ജീവിത തിരക്കുകൾക്കിടയിൽ ആ കുട്ടിയെ നോക്കാൻ തന്നെ മിക്കവർക്കും സമയമുണ്ടായില്ല. അപ്പോഴാണ് ഒരാൾ അതുവഴി വന്നത്. അദ്ദേഹം ഏതാനും നാണയങ്ങൾ പോക്കറ്റിൽ നിന്നെടുത്ത് തൊപ്പിയിലേക്കിട്ടു. എന്നിട്ട് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചെയ്തു. ആ കുട്ടി പിടിച്ചിരുന്ന ബോർഡ് വാങ്ങി അതിൽ എന്തൊക്കെയോ എഴുതി അവൻ്റെ കയ്യിൽ പിടിപ്പിച്ചു. ഒന്നും പറയാതെ അദ്ദേഹം സ്ഥലം വിടുകയും ചെയ്തു. പുതിയ പ്ലക്കാർഡ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആളുകൾ ഒരു നിമിഷം അവിടെ നിന്നു. അത് വായിച്ചു, വീണ്ടും വീണ്ടും വായിച്ചു. എന്നിട്ട് പണമെടുത്ത് തൊപ്പിയിലേക്കിട്ടു. പെട്ടെന്ന് തന്നെ തൊപ്പി നിറഞ്ഞു. ബോർഡ് തിരുത്തി എഴുതിയയാൾ വൈകുന്നേരം മടങ്ങി വന്നു. അദ്ദേഹത്തിൻ്റെ കാലടിത്താളം ആ കുട്ടി തിരിച്ചറിഞ്ഞു. നിങ്ങളല്ലേ ഇന്ന് രാവിലെ ഞാൻ പിടിച്ചിരുന്ന ബോർഡ് തിരുത്തി എഴുതിയത്? അത് വായിച്ചിട്ടാവും ഒരുപാട് ആളുകൾ എനിക്ക് പണം തന്നു. എന്താണ് നിങ്ങൾ എഴുതിയത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു സത്യം മാത്രമേ എഴുതിയുള്ളൂ. നീ എഴുതി വച്ച കാര്യം മറ്റൊരു തരത്തിൽ എഴുതിയെന്ന് മാത്രം. എന്താണതെന്ന് ദയവായി ഒന്ന് പറയുമോ? മനോഹരമായ ഒരു ദിവസമാണിന്ന്, പക്ഷേ എനിക്കത് കാണാൻ കഴിയുന്നില്ലല്ലോ. കാഴ്ചയില്ലാത്ത ആളാണ് എന്ന കാര്യം തന്നെയാണ് പഴയ ബോർഡിലും പുതിയതിലും ഉള്ളതെങ്കിലും രണ്ടാമത്തേതിൽ വലിയൊരു സന്ദേശം കൂടി ചേർത്ത് വച്ചിട്ടുണ്ട്. ഈ മനോഹര ദിനം അതിൻ്റെ എല്ലാ ഭംഗികളോടെയും കാണാൻ കഴിയുന്നതിൽ കണ്ണുള്ള നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കേണ്ടതല്ലേ? ആ ഒരു ചോദ്യം അതിലുണ്ടായിരുന്നു. കടന്നുപോയവരുടെ ആത്മാവിൽ വീണ് ആ വാക്കുകൾ മുഴങ്ങി. ഉവ്വ്, കാണാൻ ഭാഗ്യമുള്ളവരായതിലുള്ള അനന്തമായ കൃതജ്ഞതയാണ് തുടർ നാണയങ്ങളായി ആ തൊപ്പിയിൽ വീണത്. വാക്കുകൾക്ക് ചെറിയൊരു മാറ്റം കൊണ്ടുപോലും എത്രയേറെ അർത്ഥവ്യതിയാനമുണ്ടാകുന്നു എന്നൊരു പാഠവും ഈ കഥയിലുണ്ട്. ആശയവിനിമയത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ചുകൂടി അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു.